വർഷമായിട്ട് ഫ്ലവേഴ്സ് ടിവിയിൽ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് ആദ്യത്തെ പേര് ടമർപ്പടാർന്നോ മറ്റുമായിരുന്നു. അതിനുശേഷമാണ് സ്റ്റാർ മാജിക് ആവുന്നു. അപ്പോൾ ഭയങ്കര സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ആദ്യമൊക്കെ ഇതിന് കോമഡിയൊക്കെ രസമായിരുന്നു, പിന്നെ അത് വെളുപ്പായി മാറി, പിന്നെ അത് ഭയങ്കര ബോറായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. ഒരു 1.5 മണിക്കൂറൊക്കെ വലിച്ചു വെച്ച് വളിപ്പ് അടിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ലാസ്റ്റ് ഇത് വന്നുകൊണ്ടിരുന്നത്. അവസാനം അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലക്ഷ്മി നക്ഷത്രം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഇന്ന് അത് മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് സ്റ്റാർ മാജിക് നിർത്തി എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിർത്തി, എന്തുകൊണ്ട് ഇത്രയും നാൾ നിർത്തിയില്ല എന്നുള്ള ചോദ്യമാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്. പക്ഷെ എന്തുകൊണ്ട് നിർത്തി എന്നുള്ള ചോദ്യമാണ്. സാജു നവോദയയുടെ വിമർശനം ചാനൽ പരിപാടി നിർത്താൻ കാരണം എന്നുള്ള രീതിയിൽ മനോരമയിലാണ് തോന്നുന്നു. മനോരമയിൽ ഒരു വാർത്ത തൊട്ടുണ്ട്. മനോരമ ഓൺലൈനിൽ മറുപടിയുമായി ലക്ഷ്മി നക്ഷത്രം എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്ററാണ് പറ്റിയിരിക്കുന്നത്. അപ്പം ലക്ഷ്മി നക്ഷത്രം ഇപ്പം പല ഉദ്ഘാടനത്തിനും വരുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, മീഡിയക്കാർ ചെല്ലുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പരിപാടി നിർത്തിയെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ സീരിയൽ കാണുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അതിൽ കുറച്ചും കൂടെ രസമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് സ്റ്റാർ മാജിക്. ഈ സ്റ്റാർ മാജിക് കാരണം കുറേ കലാകാരന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരാളാണ് തങ്കച്ചൻ വിതുര. തങ്കച്ചൻ വിതുര എന്ന് പറയുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ സ്റ്റേജുകൾ കിട്ടാൻ തുടങ്ങി, അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറേ ആൾക്കാർക്കൊക്കെ ബെറ്ററായിട്ട് ഫേസ് ഈ ചാനൽ പരിപാടിയല്ലേ ആൾക്കാരിലേക്കൊക്കെ എത്തുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് പലരും ഇഷ്ടമായിരുന്നു. ചില ആൾക്കാരൊക്കെ അതിനകത്ത് ഓവർ ആക്ടിങ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ, ഓവറായിട്ട് വിനയം, ഓവറായിട്ട് പൊട്ടം കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഷിയാസ് കരീം എന്ന് പറയുന്ന ബോഡി ബിൽഡറുണ്ട്, ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. പുള്ളിക്ക് അതിനകത്ത് പൊട്ടം കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിനീഷ് ബാസിൻ എന്ന് പറഞ്ഞ യൂട്യൂബറുണ്ട്. പുള്ളിക്കാരനെ അതിനകത്തൊരു പൊട്ടം കളിക്കുന്ന പോലെ, അതായത് ഒരു കഴിവുമില്ലാത്ത, ഒന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത, പാട്ട് പാടി കോമാളിയായി നിൽക്കുന്ന പോലെ അഭിനയിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ബിനീഷ് ബാസിനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുമാരുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിനകത്ത് ഇവരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും അറിയാത്ത കുറേ മനുഷ്യരെ പോലെ ഇവർ അഭിനയിച്ചു. ഇതിനകത്ത് ലക്ഷ്മി നക്ഷത്രമാണ് കുറച്ചുകൂടെ ക്ലിക്കായത്. ഒരു അവതാരിക എന്നുള്ള രീതിയിൽ പലരെയും പരീക്ഷിച്ചിരുന്നു അവർ. അതിനുശേഷമാണ് ലക്ഷ്മി നക്ഷത്രം വരുന്നത്. ലക്ഷ്മി നക്ഷത്ര പരിപാടിയിലേക്ക് വരുന്നു. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ലക്ഷ്മി നക്ഷത്രം തന്നെയാണ് ആ പരിപാടി ആങ്കർ ചെയ്തുകൊണ്ടിരുന്നത്. ആൾക്കാർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ലക്ഷ്മി നക്ഷത്രയ്ക്ക് നല്ല പ്രോഗ്രാംസ് കിട്ടി, ലൈഫ് സ്റ്റൈലിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രഞ്ജിനി ഹരിദാസിനെ പോലുള്ള ഒരു ക്വാളിറ്റി ആങ്കർ എന്നുള്ള രീതിയിലേക്കൊന്നും അവർക്ക് വരാനും പറ്റിയിട്ടില്ല. പക്ഷേ ലക്ഷ്മി നക്ഷത്രയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ലക്ഷ്മി നക്ഷത്ര ഈ പ്രോഗ്രാമുമായി മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവർ പരസ്പരമുള്ള ചില ഇഷ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ മടുപ്പ് കാരണമൊക്കെയാണ് ഈ പരിപാടി നിർത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. എന്താണ് ഈ സാജു നവോദയും ലക്ഷ്മി നക്ഷത്രയും തമ്മിലുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ, അതിനകത്ത് കൊല്ലം സുധി എന്ന് പറഞ്ഞൊരു കലാകാരൻ ഒരു ആക്സിഡന്റ് മരണപ്പെട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കലാകാരനാണ്. സ്റ്റാർ മാജിക്കിലായിരുന്നു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് ആക്സിഡന്റ് വന്നത്. ബിനു അടിമാലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലായിരുന്നു. അപ്പം ആ ഒരു കൊല്ലം സുധിയുടെ വീടുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി നക്ഷത്രയുടെ കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. മരണം നടന്നൊരു വീട്ടിൽ പോയിട്ട് ആ ഫോട്ടോയുടെയൊക്കെ താഴെ വന്നിരുന്നിട്ട് ഓവറായിട്ട് എക്സ്പ്രഷൻ ഇട്ട് അഭിനയിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അഭിനയിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര ചെയ്തത്. അതിനകത്ത് ആ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന രീതി, അത് വിഷ്വൽ ചെയ്യുന്ന രീതി, അതിൻ്റെ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇവരുടെ ഒരു അഭിനയം, ഇതൊക്കെ നമുക്ക് കാണാൻ നേരത്ത് ഭയങ്കര ബോറായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അതിനുശേഷം ഈ ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ ഈ ഷർട്ടിൻ്റെ സ്മെല്ല്, അതായത് വൈഫിൻ്റെ ആവശ്യപ്രകാരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്മെല്ല് ഉള്ള ഒരു പെർഫ്യൂം മറ്റൊരു രാജ്യത്ത് പോയിട്ട് അതുണ്ടാക്കിക്കൊണ്ട് വരുന്നു. അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ലക്ഷ്മി നക്ഷത്ര പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ അറിയാം യൂട്യൂബ് എന്ന് പറയുന്ന റവന്യൂ കിട്ടുന്നൊരു കലാപരിപാടിയാണ്. ഇതുപോലുള്ള വീഡിയോ വരാൻ നേരത്ത് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര സുധി എന്ന് പറയുന്ന കലാകാരന് വേണ്ടി എന്ത് ചെയ്താൽ പോലും അതിൽ നിന്ന് നല്ലൊരു റവന്യൂ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വ്യക്തിയെ മാക്സിമം ലക്ഷ്മി നക്ഷത്ര വിറ്റു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ബിസിനസ് വൈസ് നിങ്ങൾ ആ വീഡിയോ കാണണമെന്നേ ഉള്ളൂ. നിങ്ങൾ ഹൃദയം കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്മി നക്ഷത്ര കാര്യമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ലക്ഷ്മി നക്ഷത്രം ഇത്രയൊക്കെ ചെയ്തില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾ ബിസിനസ് വൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് പോലുള്ളൊരു പ്രോഗ്രാമിൽ അവരുടെ ചാനൽ റീച്ച് ആവുന്നു, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു, ഈ വീഡിയോ കാണാൻ ആൾക്കാർ വരുന്നു, നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നു. അത്യാവശ്യം ലോങ് വീഡിയോ ആണ്, അതിനകത്തൊക്കെ നല്ല വരുമാനം കിട്ടും എന്നൊക്കെ അത്യാവശ്യം അറിയാമെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ ലക്ഷ്മി നക്ഷത്ര സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒക്കെ ഒരു സ്പേസ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വീട്ടിൽ പോയിട്ട് വീട് കാണിക്കുന്നതും ഒക്കെ കാണിച്ച് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാനും ശ്രമിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരിപാടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു 10 വർഷം മുമ്പ് നടക്കേണ്ട പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക്. ഈ കാലം മാറി ആൾക്കാർ ഈ ഇത്തരത്തിലുള്ള ബോഡി ഷെയിമും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഇപ്പോഴും ഈ പരിപാടിയൊക്കെ 7 വർഷമൊക്കെ നിന്നു എന്നുള്ളതാണ് കോമഡി. കുഴപ്പമില്ല, സീരിയൽ കാണുന്ന ചേച്ചിമാർക്കൊക്കെ ഇത് ഓക്കെയാണ്. സീരിയൽ കാണുന്ന കണ്ടുരുട്ടവും സ്ത്രീധന പീഡനവും സാരിയുടെ ഫാൻസി ഡ്രസ്സും
അമ്മാതിരി ഓരോ ആചാരങ്ങളും ലോജിക്കില്ലാത്ത കഥകളും ഒക്കെ കാണുന്ന സ്ത്രീകൾക്ക് ഒരു തരത്തിലും പ്രശ്നമില്ലാത്തൊരു പ്രോഗ്രാമായിരുന്നു സ്റ്റാർ മാജിക്. പക്ഷെ അവസാനിച്ചു എന്നുള്ളത് നല്ല കാര്യം. ഇനി അങ്ങനെ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള പരിപാടികളൊക്കെ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ലക്ഷ്മി നക്ഷത്രയുടെ കാര്യത്തിൽ അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് വരാൻ നേരത്ത് റവന്യൂവിന് വേണ്ടി ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ വികാരങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ ലക്ഷ്മി നക്ഷത്രം നോക്കിയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർക്കിടയിൽ ഒരു തമ്മിലടിയൊക്കെ വന്നു, അങ്ങനെ ഈ പരിപാടി നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. അതൊരു പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്